ഗുരുവായൂർ ദേവസ്വത്തിലെ ഡിജിറ്റൽ പണമിടപാടുകളിലെ വീഴ്ച സംബന്ധിച്ച വിഷയം പരിഗണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണ്, കമ്മിറ്റി വെറും ഭരണപരമായ ട്രസ്റ്റി മാത്രമാണെന്നുമാണ് ഹൈക്കോടതി ആവർത്തിച്ചത്. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലായി പോവുകയാണ്. കണക്കുകൾ സൂക്ഷിക്കാൻ ദേവസ്വം കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. ഓഡിറ്റിംഗിൽ സമഗ്രമായ പരിഷ്കരണം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. എല്ലാ മാസാവസാനവും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കണം. എല്ലാ വർഷവും ജൂൺ 30 മുമ്പ് ദേവസ്വത്തിലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളുടെ മൂല്യനിർണ്ണയവും നടത്തണം. നിയമാനുസൃത കാര്യങ്ങൾക്കേ ദേവസ്വം പണം ചെലവഴിക്കാൻ പാടുള്ളൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2023, 2024, 2024, 2025, 2025, 2026 വരെയുള്ള വാർഷിക കണക്കുകളും ദേവസ്വം സമർപ്പിച്ചിട്ടില്ലെന്നും 2022, 2023 വാർഷിക കണക്കുകൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂവെന്നും ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് 2022, 2023 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചക്കകം പുറത്തുവിടാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. 65 ബാങ്ക് അക്കൗണ്ടുകളുള്ളതിൽ 37 എണ്ണം സജീവമാണ്. അക്കൗണ്ട് വിവരങ്ങൾ കൈമാറാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും ഓഡിറ്റ് വിഭാഗം കോടതിയിൽ ബോധിപ്പിച്ചു. സാമ്പത്തിക വർഷം കഴിഞ്ഞ് 15 ദിവസത്തിനകം കണക്കുകൾ നൽകുന്നതാണ് രീതി. അതുപോലും ഉണ്ടാകുന്നില്ല. 1 രൂപയാണെങ്കിൽ പോലും കണക്കിൽ വരണമെന്നും കോടതി വിമർശന രൂപേണ പറഞ്ഞു. വാർഷിക അക്കൗണ്ടുകൾ നൽകുന്നതിൽ വീഴ്ചയെന്ന് കുറ്റപ്പെടുത്തിയ കോടതി കേന്ദ്രീകൃത ഡിജിറ്റൽ മാനേജ്മെന്റ് സംവിധാനം വേണമെന്നും ആവശ്യപ്പെട്ടു. 10 ദിവസത്തിന് ശേഷം വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി.